ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വലിയ തോതിൽ വിവരവും വിവേകവും വെച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമായി തെളിവുകൾ സഹിതം കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ, സൗത്ത് ഇന്ത്യ ഒഴികെയുള്ള ഹിന്ദി സംസാരിക്കുന്ന മനസ്സിലാകുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കൃത്യമായ റിപ്പോർട്ടാണ് ഇത് എന്നുള്ളതാണ്. ഇതിൽ ഹിന്ദി മനസ്സിലാവുന്ന സൗത്ത് ഇന്ത്യക്കാരും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അതായത് ഇതുവരെ മോദിയുടെ കോർ സപ്പോർട്ടേഴ്സ് ആയിരുന്ന ഹിന്ദി ബെൽറ്റിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മോദിയുടെ പൊള്ളത്തരം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ ഇത് തെളിയിക്കുന്നത് വേറൊരു വലിയ വസ്തുത കൂടിയാണ്. മോദിയും കൂട്ടരും ഇലക്ഷൻ ജയിക്കുന്നത് 100% ഇലക്ഷൻ അട്ടിമറിയിലൂടെയാണ് എന്ന് നിഷേധിക്കാനാവാത്ത വസ്തുത. ഇത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു മാധ്യമങ്ങളും കാണിക്കുകയില്ലാത്ത മോദിയുടെ യാഥാർത്ഥ്യം എന്തെന്ന് വ്യക്തമാക്കി തരുന്ന നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വീഡിയോയിൽ ബീഹാറിൽ നിന്നുള്ള ഒരു കൊച്ചുകുട്ടി പ്രായം ചെന്ന ഒരു മന്ദഭക്തൻ മുത്തശ്ശനെ മോദിയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് കണ്ടില്ലെങ്കിൽ കാണാൻ മറക്കല്ലേ. അതിൽ ആ കുട്ടി പറയുന്നത്, മോദിയുടെ കീഴിൽ അഴിമതി ചെയ്യുന്നവർ ഒരു ജയ് ശ്രീറാം വിളിച്ച് ഒരു മോദി സ്തുതി പറഞ്ഞാൽ അല്ലെങ്കിൽ മോദിയുടെ പാർട്ടിയിൽ ചേർന്നാൽ അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാവുകയില്ല എന്നാണ്. അങ്ങനെ ഇന്ത്യയിൽ വലിയ അഴിമതിയാണ് മോദിയുടെ കീഴിൽ നടക്കുന്നത് എന്നുള്ള വസ്തുതയാണ്. ആ കുട്ടി പറഞ്ഞതിന്റെ 100% തെളിവ് കൂടിയാണ് ഈ വീഡിയോ. ടി സീരീസ് എന്ന കമ്പനിയുടെ ഓണർ ഭൂഷൺ കുമാറിനെതിരെ ED കേസ് ചാർജ് ചെയ്യുന്നു. ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ED റോയൽറ്റി തട്ടിപ്പ് കേസിൽ ടി സീരീസ് ഓണറിനെ 9 മണിക്കൂർ കഠിനമായി ചോദ്യം ചെയ്തു എന്നാണ്. അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം മോദി സ്തുതി പാടുകയാണ് എന്നുള്ളത്. അതിനുവേണ്ടി അവർ മോദിയെ പേഴ്ത്തിക്കൊണ്ട് യൂട്യൂബിൽ നാണം കെട്ട ഒരു പാട്ട് റിലീസ് ചെയ്യുന്നു. ഏതാണ്ട് 3 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള മോദി ഹേ തോ മുംകിൻ ഹേ എന്ന ഈ അളിഞ്ഞ മോദി സ്തുതി കാണാൻ മനുഷ്യനായി പിറന്ന ആർക്കും സാധിക്കുകയില്ല. അത്രയ്ക്ക് ക്രിഞ്ചിയാണ് ഈ പാട്ട്. EDയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറക്കിയ ഈ മോദി സ്തുതിക്ക് ടി സീരീസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മനസ്സിനെ ഇളക്കുന്ന ദേശീയ ഗാനം എന്നാണ്. അതിന് ലഭിച്ച പ്രതികരണമാണ് കാണേണ്ടത്. 3 ആഴ്ചയായി ഈ പാട്ട് റിലീസ് ചെയ്തിട്ട് ഇതുവരെ ആകെ കണ്ടത് വെറും 1.5 മില്യൺ, അതായത് 15 ലക്ഷം ആളുകൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ 15 ലക്ഷം അല്ലെങ്കിൽ 1.5 മില്യൺ എന്ന് പറയുന്നത് വലിയ ഒരു സംഖ്യയല്ലേ എന്ന്. ഇതിന്റെ വസ്തുത എന്താണ് എന്ന് വെച്ചാൽ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ടി സീരീസ്. 305 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ടി സീരീസിനുള്ളത്. അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ 0.5% താഴെ ആളുകൾ മാത്രമാണ് ഈ വീഡിയോ കണ്ടത് എന്ന് പറയുമ്പോൾ എത്ര ദയനീയമാണ് അതിന്റെ പ്രകടനം എന്ന് മനസ്സിലായല്ലോ. അതും ഈ പാട്ട് ഹിന്ദിയിലാണ്. ഇന്ത്യയിലെ ഏതാണ്ട് 70% ആളുകൾക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് എന്ന് ഓർക്കണം. ഇനി അതിലും കഷ്ടമാണ് ഇതിന് ലഭിച്ചിരിക്കുന്ന ലൈക്കുകളുടെ എണ്ണം. വെറും 13,000 ആളുകളാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ 1.5 മില്യൺ ആളുകൾ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു 50,000 ലൈക്കെങ്കിലും ലഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വിശ്വഗുരുവായ ഇന്ത്യയെ സമൃദ്ധിയിലേക്ക് നയിച്ചത് എന്ന് മന്ദഭക്തർ പറയുന്ന മോദി സ്തുതി മാത്രമുള്ള വീഡിയോ ആയിരിക്കുമ്പോൾ മിനിമം 10% പേരെങ്കിലും ലൈക്ക് ചെയ്യേണ്ടതാണ്. ഒരു 1.5 ലക്ഷം പേർ. ഇനി ഏറ്റവും പ്രത്യാശ തരുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, വെറും 13,000 ആളുകൾ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്തപ്പോൾ അതിന്റെ ഏതാണ്ട് 7 ഇരട്ടിയിൽ അധികം ആളുകളാണ് ഇത് ഡിസ്ലൈക്ക് ചെയ്തത്. അത് കണ്ടല്ലോ, 95,000 ആളുകൾ ഈ വീഡിയോയ്ക്ക് ഡിസ്ലൈക്ക് അടിച്ചിരിക്കുന്നു. ലൈക്ക് ആകട്ടെ വെറും 13,000 മാത്രം. അത് വ്യക്തമാക്കുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ 8ൽ 7 പേർക്കും മോദിയുടെ പൊള്ളത്തരം വ്യക്തമായിരിക്കുന്നു, മടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. സാധാരണയായി ഒരു വീഡിയോയ്ക്കും ലൈക്കുകളേക്കാൾ കൂടുതൽ കമന്റുകൾ ലഭിക്കില്ല. ഏതെങ്കിലും വീഡിയോയ്ക്ക് ലൈക്കുകളേക്കാൾ കൂടുതൽ കമന്റ് ലഭിച്ചാൽ അതിന്റെ അർത്ഥം ആളുകൾ അതിനെ എതിർത്ത് കമന്റുകൾ എഴുതുന്നു എന്നുള്ളതാണ്. അതാണ് വെറും 13,000 ലൈക്കുകൾ മാത്രം ലഭിച്ചപ്പോൾ 19,578 കമന്റുകൾ ഈ വീഡിയോയ്ക്ക് ലഭിക്കാൻ കാരണം. ആ കമന്റുകൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് 100% ബോധ്യമാവും ഇന്ത്യയിൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായി സമൂഹ മാധ്യമങ്ങളിൽ കൂലി എഴുതുന്ന തലച്ചോറില്ലാത്ത മന്ദഭക്തർ ഒഴികെ ആരുമില്ല എന്ന്. ഈ കമന്റുകളിൽ തിരഞ്ഞു നോക്കുമ്പോൾ ഒരെണ്ണം പോലും
ഇതിനെ അനുകൂലിക്കുന്ന കമന്റായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് ആളുകൾ മോദിയുടെ കഴിവില്ലായ്മയിലും ജുംലയിലും മടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഈ കമന്റുകൾ ഏതാണ്ട് മുഴുവനും തിരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവായ ഒരു കമന്റ് പോലും കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അവിടെ ഓരോ പോസിറ്റീവ് കമന്റുകൾ ഉണ്ടാവും, പക്ഷെ ഞാൻ ഒരെണ്ണം പോലും കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നിങ്ങളെ വ്യക്തമായി കാണിച്ചു തരാം. ഇവിടെ ഈ കമന്റുകൾ ഏറ്റവും മുകളിൽ മുതൽ താഴേക്ക് ഒന്നുപോലും വിടാതെ സ്ക്രോൾ ചെയ്തു നോക്കാം. ആദ്യം കാണുന്ന കമന്റിൽ തന്നെ എഴുതിയിരിക്കുന്നു, ഈ പാട്ട് നമുക്ക് നമ്മുടെ ചെവിട്ടത്തിന് കിട്ടിയ അടിയാണ്. ഇതുപോലെയുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുത്തത് നമ്മൾ നമ്മുടെ തന്നെ കർണത്തിൽ അടിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കമന്റിൽ പറഞ്ഞിരിക്കുന്നു, ഹിറ്റ്ലർ പോലും ഇത്രയും സെൽഫ് ഒബ്സസ്ഡ് ആയിരുന്നില്ല എന്ന്. അടുത്ത കമന്റിൽ പറഞ്ഞിരിക്കുന്നു, ഗോപി ഹേ തോ പംകിൻ ഹേ. അടുത്തത്, ഇന്ത്യ സുഖം പ്രാപിക്കുകയാണ്. ഈ കമന്റുകൾ അതിന്റെ തെളിവാണ്. അടുത്തയാൾ പറഞ്ഞിരിക്കുന്നു, വീഡിയോ നിർത്തി കമന്റ് വായിക്കുകയാണ്, വളരെയേറെ സംതൃപ്തി തരുന്നു ഇന്ത്യ സത്യം മനസ്സിലാക്കുന്നതിൽ. വേറൊരാൾ പറഞ്ഞിരിക്കുന്നു, ഇത്രയേറെ സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യമുള്ള ഒരാളെ ലോകത്തിൽ കണ്ടിട്ടില്ല. അടുത്തയാൾ പറഞ്ഞിരിക്കുന്നത്, മോദിയാണെങ്കിൽ രാജ്യത്തിന്റെ സർവനാശം ഉറപ്പാണ് എന്ന്. അടുത്ത കമന്റ്, അതെ, തൊഴിലില്ലായ്മ, വിശപ്പ്, വോട്ടുകൊള്ള, അഴിമതി, ജാതി വിവേചനം, മതത്തിന്റെ പേരിൽ സംഘർഷം, ഏകാധിപത്യം, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർക്ക് ജയിൽവാസം എന്നിവ മോദിയുടെ കീഴിൽ സാധ്യമാണ് എന്ന്. അടുത്ത കമന്റിൽ പറഞ്ഞിരിക്കുന്നു, ഇതിന്റെ കമന്റ് സെക്ഷനാണ് ഇതിനെ വിലയുള്ളതാക്കുന്നത് എന്ന്. അവസാനം ആളുകൾ ഉണർന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അതിന് താഴെ പറഞ്ഞിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നു, അവസാനം ആളുകൾ കമന്റ് സെക്ഷനിൽ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇവിടെ വേറൊരാൾ പറഞ്ഞിരിക്കുന്നു, ഒറ്റ കമന്റ് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്തതായി ഇല്ല എന്ന്. വെറും 13,000 ലൈക്കുകൾ മാത്രം ലഭിച്ചപ്പോൾ 91,000-ലധികം ഡിസ്ലൈക്ക് ലഭിച്ചു എന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നു. വേറൊരാൾ പറഞ്ഞിരിക്കുന്നു, വിദ്യാഭ്യാസമുള്ള ധനകാരിക സാമ്പത്തിക കാര്യങ്ങൾ മനസ്സിലാകുന്ന നേതാക്കളെ നമുക്ക് വേണമെന്ന്. അങ്ങനെ ഈ കമന്റുകൾ മുഴുവൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പരിശോധിച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമന്റ് പോലും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ചെയ്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ 90% അധികവും ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. ഇത് വ്യക്തമായി തെളിയിച്ചു തരികയാണ്, ഹിന്ദി സംസാരിക്കുന്ന, ഹിന്ദി മനസ്സിലാകുന്ന ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് മോദിയുടെ തനി സ്വരൂപം വ്യക്തമായി മനസ്സിലായിരിക്കുന്നു എന്ന്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മന്ദഭക്തർ ബാക്കിയുള്ളത് കേരളത്തിൽ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിയിലും വന്ന് ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇതുതന്നെ പറയണം എന്ന് ഒരു ലജ്ജയുമില്ലാതെ എഴുതാൻ മന്ദഭക്തർ മടിക്കില്ല എന്ന് അറിയാം. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഘികൾ ജയിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇലക്ഷൻ കമ്മീഷന്റെ പൂർണ്ണ സഹായത്തോടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വോട്ടുകൾ മോഷ്ടിച്ച് മാത്രമാണ് ഇവർ വിജയിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലൈക്കുകളുടെയും ഡിസ്ലൈക്കുകളുടെയും റേഷ്യോ ആയ 8 വോട്ടുകളിൽ 1 വോട്ടിൽ കൂടുതൽ മോദിക്കും കൂട്ടർക്കും ലഭിക്കില്ല. കമന്റുകൾ കാണുമ്പോൾ ഇവർക്ക് 100-ൽ 1 വോട്ടെങ്കിലും ലഭിക്കുമോ എന്ന് സംശയിച്ചു പോകും. ഇത്രയും കമന്റുകളുടെ ഇടയിൽ 100 എണ്ണമെങ്കിലും ഇതിനെ അനുകൂലിച്ചിട്ടുള്ളത് ആയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇനി ഇതിന്റെ അടിയിൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ മന്ദഭക്തർ മടിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. നേരെ യൂട്യൂബിൽ ചെന്ന് ഈ വീഡിയോ സെർച്ച് ചെയ്ത് കമന്റുകൾ സ്വയം വായിച്ച് സ്വയം സംതൃപ്തി അടയൂ എന്നേ എനിക്ക് മന്ദഭക്തരോട് പറയാനുള്ളൂ. ഡിസ്ലൈക്കുകളുടെ എണ്ണം ഫേക്കായി പറയുന്നതാണ് എന്ന് പറയാനും തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത മന്ദഭക്തർ മടിക്കില്ല എന്ന് അറിയാം. എന്നാൽ ഡിസ്ലൈക്കുകൾ എത്രയുണ്ടെന്ന് കാണിക്കുന്ന ബ്രൗസർ എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചാണ് ഡിസ്ലൈക്കുകളുടെ എണ്ണം ഇവിടെ കാണിക്കുന്നത്. ഏതായാലും ഇതോടെ മോദിയുടെ പൊതുജന സപ്പോർട്ട് ഹിന്ദി മേഖലകളിൽ എത്രത്തോളമാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?